ആ കുറ്റിയൊക്കെ എടുത്ത് വിളക്കിന്റെ കൊണ്ടുപോകും. നമ്മുടെ ജോസൂട്ടിയെയും ആ ആശാനൊന്നും കാണുന്നില്ല. അവരിപ്പോ വരും. ആശാരി ഒരു കാര്യം പറഞ്ഞാൽ അത് അച്ചട്ടാണ്. ഇതാണോ? അതെ അതെ. ആശാനെ, ഇതാണ് രാജേഷ്. രാജേഷിന്റെ വീടാണ് പണിയണത്. നന്നായി. അപ്പൊ നിങ്ങൾ തന്നെ വേണോന്ന് രാജേഷ് നിർബന്ധം. സമയമില്ലാത്ത സമയത്ത് ഞാൻ ചെയ്ത് കൊണ്ടുവന്നു. ആയിക്കോട്ടെ. അപ്പൊ ഇല്ല, അത് പ്രധാന മേസ്ത്രി. ദാമോദരനാണ് പേര്. അത് മെയ്സൻ. ശരി. നിങ്ങളുടെ വീടടി? വീട് എവിടെ? അടുത്ത് തന്നെ. അപ്പൊ നമുക്ക് നോക്കട്ടെ. എന്താ എല്ലാവർക്കും കൊടുക്കണത്? എല്ലാവർക്കും കൊടുക്കുക. ഒരു എല്ലാവരുടെയും വിശപ്പ് തീരട്ടെ. ഭൂമിയിലെ എല്ലാവരുടെയും വിശപ്പ് തീരട്ടെ. എല്ലാ ജീവജാലങ്ങളുടെയും വിശപ്പ് തീരട്ടെ. എല്ലാവരും കഴിച്ചോളൂ. ഒരു കഷ്ണങ്ങളും കഴിച്ചോളൂ. കുറച്ച് എറിഞ്ഞു കളഞ്ഞോ. അതെ എറിഞ്ഞു കളഞ്ഞോട്ടെ. അപ്പൊ വേറെ തുടങ്ങല്ലേ? തുടങ്ങല്ലേ? അല്ല, നമുക്ക് ഈ രാഹുകാലത്തിന് പാടുണ്ടോ? പാടുണ്ടോ? എന്താ ഈ ചോദിക്കണേ? രാഹുകാലത്തിന് പാടില്ല. രാഹുകാലത്തിന് പാടില്ല എന്നൊന്ന് ഗ്രഹിക്കുന്ന നേരത്തെ ശ്രദ്ധ കളയണം. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് രാഹുകാലം. മതിയല്ലോ, അതാണല്ലോ നമ്മൾ നിശ്ചയിച്ചത്. അപ്പൊ ആരംഭിക്കാന്ന് പറയുമ്പോ നമ്മള് ഗണപതി ഭഗവാനെ മനസ്സിൽ, ആരംഭത്തിന്റെ ഭഗവാൻ ഗണപതിയാണെന്ന് അറിയാലോ. ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം നമുക്ക്. അച്ഛനെ അമ്മനെയൊക്കെ മനസ്സിൽ ധ്യാനിക്കാം. ഗജാനനം ഭൂതഗണാതിസേവിതം എന്നുള്ള അതിന്റെ തുടക്കം ഒരു പറഞ്ഞാണ്. അപ്പൊ വിളക്ക് കത്തിച്ചോളൂ. ഒരു വിഘ്നങ്ങളും വരാതെ, വിഘ്നങ്ങളൊന്നും വരാതെ അല്ലേ? അതെ. എന്തിനല്ലേ ചോദിക്കണേ? അറിയാലോ. നല്ല ഭംഗിയായിട്ട് നടക്കാം. എന്താ കത്തണില്ലേ? ഒന്ന് മറച്ചു പിടിച്ചാ മതി. വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. വെറ്റിൽ അടക്കി എടുത്ത് രാജേഷിന്റെ കൈ കൊടുക്കുക. അല്ലെങ്കിൽ 8, 10, 2000 നോട്ട് ഇഷ്ടം പോലെ വെക്കുക. അതെ. എനിക്ക് പിന്നെ ഇവിടെ വന്നേ. ഇടയ്ക്ക് പറയാനിട്ട് ഭാഷ മാറി പോകുമ്പോ പറയൂട്ടോ. ഓർമ്മ വരുത്തിയാ വരിക. അതെ, പ്ലാൻ കാണണം. ആയിക്കോട്ടെ. എടുത്തോളാം. അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ കുറ്റിയും കുറ്റി എടുത്തോട്ടോ. കയറെടുത്തോ. അപ്പൊ താഴെ മേസരേ. ഒന്നിങ്ങോട്ട് വരി. വന്നോളി. വരൂ. ഇവിടെ ഇതിന്റെ പ്രകാരം നമുക്ക് ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് മൂല ഫസ്റ്റ് നമുക്ക് വരുന്നത് കഞ്ഞിമൂലയിലാണല്ലോ വരാ. ഇവിടെ ഏകദേശം ഇവിടെ തരൂ. ദക്ഷിണ കൊടുത്തോ. എല്ലാം ആയിക്കോട്ടെ. രാജേഷിന്റെ കൈ വെച്ച് അടിച്ചോളൂ. ഇവിടെ അവിടെ വെച്ചോ. വരിക. ദൈവമേ, ഇത്രയുള്ളൂ പരിപാടിയില്ലേ? ഇനി ഇദ്ദേഹത്തിന് സമയം ഇല്ലാച്ചാൽ ഈ പരികുട്ടി ആശാരിനാണ് വിളിച്ചോളൂ. എല്ലാം ഭംഗിയാക്കി ചെയ്തുതരാം. അത് ചെയ്യാൻ പാടില്ല. എനിക്കിതൊരു ത്രില്ലായി. ഇല്ല, ഇത് അവരുടെ വിശ്വാസത്തിന് നമ്മൾ ചൂഷണം ചെയ്തതല്ലേ. നിക്കക്കള്ളിയിലായിട്ട് ചെയ്തു പോയാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പരികുട്ടിയെ, ഇതെന്ത് പണിയത്? കുറ്റടിക്കാൻ പോകാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ച് ജുബാണത്. അത് ഇട്ടെന്താ പോയത്? കുറ്റടിക്കാൻ വേണ്ടി വെച്ചല്ലേ? ഞാൻ ഈ ജുബട്ടു കുറ്റി പഠിച്ചു. പിന്നെന്താ കുഴപ്പം? അതെ, എനിക്ക് നിന്റെ ഇതില് സാധാരണ സംസാരിച്ചു തുടങ്ങി. എന്ത് വേണേലും സംസാരിച്ചു. പിന്നെ കാര്യം കഴിഞ്ഞില്ലേ?
എടാ കള്ളനായി എന്താ വിചാരിച്ചത് ഈ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത് എത്ര നേരം അന്നെ ഈ പണി ഏറ്റെടുത്ത അന്നെ ഞങ്ങൾ എത്ര നേരം ഇവിടെ നിന്ന് വിളിച്ചടാ ഈ ഓരോ ആനക്കാണെങ്കിയോടാ ഇങ്ങനെയാണ് ഒരു പണി ഏറ്റെടുക്കല് ഈ പണി ഏറ്റെടുക്കല് ഞങ്ങള് വിളിക്കണ്ടേ മിണ്ടി കൊള്ളാ വായ പരിക 8,000 രൂപ അവര് തന്നു. അത്ര ഇടങ്ങളായി ഞങ്ങള് ഒരു കസർത്ത് കളിച്ചില്ല അച്ചങ്ങി ആന്റെ കൂടി കൊന്നിരുന്നവര് വന്നിട്ട് അയച്ചു മനസ്സിലായിക്കോ. കുറ്റിയടിച്ചോ? ഇന്നെന്താ കുറ്റിയടിക്കാണ്ട് ഇതെന്ത് വിചാരിച്ചില്ലെങ്കിൽ ആര് നടക്കില്ല എന്ന് വിചാരിച്ചോ? ഞങ്ങൾ പോയി കാര്യം നടത്തിയിട്ടാണ് ഇതാ അതിനുള്ള കായും കിട്ടി ഇതാ 8,000 ഉറുപ്പ ഇങ്ങോട്ട് എണ്ണി തന്നവര് അത് മനസ്സിലായിക്കോ. എന്താ തലയിലാറ്റിരിക്കണേ എന്ത് ഇന്നത്തെ പിടിച്ചാ കായൊന്നും വേണ്ട ഞങ്ങക്ക് ജന്നെ പിടിച്ചോ. അത് വേണ്ടോ എന്ത് അപ്പൊ നിങ്ങള് കുറ്റടിച്ചതല്ലേ പൈസ നീയനോ? അതൊന്നും വേണ്ട ഞങ്ങക്ക് ആദ്യം കായൊന്നും ചെയ്തില്ല അതൊക്കെ എന്റെ പേരിൽ ചെയ്ത് തന്നെയാണ് അത് ഇജ്ജന്നെ വെച്ചാ എനിക്ക് അർഹത വിട്ട തന്നെയാണ് ഈ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്ന് നോക്കി അഭിനയിച്ച് പറഞ്ഞെന്നേയുള്ളൂ അല്ലാണ്ട് എന്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട അതൊക്കെ ഇജ്ജന്നെ എടുത്തോ. പക്ഷെ മേലില് ഇജ്ജത് പണി ചെയ്തിട്ടോ ഒരു പണിക്ക് വന്നാൽ അതിനുള്ള ഉത്തരവാദിത്തമാണ് ആദ്യം കാണിക്കേണ്ടത് അല്ലെങ്കിൽ വാട്ടീസ് അടിക്കലല്ല അത് മനസ്സിലായിക്കോ. എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടോ.